എത്രയാണ് മഹർ കൊടുത്തത് എന്നാണ്. എത്രയാണ് മഹർ കൊടുത്തത് എന്നാണ്. തിബ്റുമിന ദഹബ്, സ്വർണ്ണത്തിൻ്റെ ഒരു കട്ടി കൊടുത്തു നബിയെ എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മഹർ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വിവാഹാനന്തരം നിങ്ങളുടെ മേൽ നിക്ഷിപ്തമാകുന്ന രണ്ടാമത്തെ വിഷയം വലീമത്ത് കൊടുക്കുക എന്നതാണ്. വലീമത്ത് എന്ന് പറയുന്നത് ഒരുപക്ഷെ വിവാഹ സന്ദർഭത്തിൽ രണ്ട് കുടുംബങ്ങളും ഒത്തുചേർന്നിട്ടോ അല്ലെങ്കിൽ ഒരാൾ മാത്രമായോ അവിടെ വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം നൽകലുണ്ട്. അതൊരു സ്വതക്കയാണ്. അത് വലിയ പ്രതിഫലമുള്ളതാണ്. അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. ഞാൻ പറയുന്നത് ശിബിലിനോട് പ്രത്യേകമായിട്ടാണ്. അത് വലീമത്ത് എന്നത് സുന്നത്ത് മുഅക്കദയാണ്, നിർബന്ധമാണെന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റസൂൽ ചോദിച്ചു വാങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെ കുടുംബക്കാരും നാട്ടുകാരും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള അവകാശം. ശിബിലെ എൻ്റെ കല്യാണം കഴിഞ്ഞു അൽഹംദുലില്ലാഹ് ഖൈർ, പക്ഷേ വലീമത്ത് വേണട്ടോ. കാരണം റസൂൽ ചോദിച്ചു വാങ്ങിയതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റസൂൽ പറഞ്ഞത് ഔലിം വലൗ ബിശാത്തിൻ, ഒരു ആടിനറുത്തെങ്കിലും വലീമത്ത് തരണം എന്നാണ്. അതുകൊണ്ട് ശിബിൽ ആടിനറുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, വേറെ എന്തെങ്കിലും അങ്ങനെ ചെയ്യാം. പക്ഷെ എന്തായാലും നിങ്ങളുടെ ഒരു ബാധ്യതയാണ് അത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 3-4 കാര്യങ്ങൾ അത് കുടുംബജീവിതത്തിൽ നിങ്ങൾ പാലിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. നിങ്ങളുടെ ഭാര്യയായി വരുന്ന റുഷ്ദ എന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മുഴുവൻ ചെലവും നിങ്ങൾ നിർബന്ധമാണ്, നിങ്ങളുടെ മേലാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത് അർരിജാലു ഖവ്വാമൂന അലൽ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ചെലവഴിക്കേണ്ടത് പുരുഷനാണ്. അടുത്തത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്താനങ്ങൾ. അല്ലാഹു നിങ്ങൾക്ക് നല്ല സന്താനങ്ങളെ പെരുമാറാവട്ടെ. ആ സന്താനങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ് എന്നല്ലാഹു ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വാടാ എന്താണ് ഭാര്യയും ഭർത്താവും വേണ്ടി എടാപോടാന്നൊക്കെ വിളിക്കല്. എന്തായാലും അങ്ങനത്തെ ബന്ധങ്ങൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു കുടുംബമാണ്, കുട്ടികളല്ലേ, അന്യം കൂടിയാണ്, അതുകൊണ്ട് ചെലവഴിക്കുമ്പോൾ ഇത് കൂടെ തരണം എന്ന് പറയുന്ന അവകാശമില്ല. അത് ഒരിക്കലും പറയാൻ പുരുഷന് അവകാശമില്ല. മാന്യമായി പെരുമാറും. അദ്ദേഹം റഷീദ് സാഹിബ് വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്തു, പൊന്നുപോലെ നോക്കി വളർത്തിയ മോളാണ്. ആ മോളെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെയും അങ്ങേയറ്റത്തെ താല്പര്യത്തോടെയുമാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ആ പ്രതീക്ഷ തെറ്റിക്കാൻ ഏറ്റവും മാന്യമായി പെരുമാറുക. മാന്യമായി പെരുമാറുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഭാര്യ പെട്ടെന്ന് പറയാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഭാര്യ അംഗീകരിക്കുന്ന മാന്യനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഭാര്യ ഉപദ്രവിക്കുന്ന നീചനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഭാര്യയെ ചീത്ത വിളിക്കുക, പൽസിക്കുക, പരിഹസിക്കുക, ആക്ഷേപിക്കുക, അടിക്കുക, അങ്ങനെ തുടങ്ങുന്നതെല്ലാം നീചപ്രവൃത്തിയായി അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശിബിൽ കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ പോകണം. മാന്യത ഒരിക്കലും കയ്യിൽ നിന്ന് പോകരുത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മാന്യത കയ്യിൽ നിന്ന് പോയിട്ടില്ല. കാരണം നബിതങ്ങൾ വഫാത്താകുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ 9 ഭാര്യമാരിൽ പ്രവാചകനേക്കാൾ പ്രായമുള്ള ഭാര്യയുണ്ട്, നബിതങ്ങളെക്കാൾ പക്ഷേ പ്രായം കുറഞ്ഞ ആയിഷ ബീവിയുണ്ട്. ഈ ആളുകളോടൊക്കെ സ്വഹാബികൾ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാൻ കഴിയാതെ പ്രവാചക ഭക്തിമാരും മാവിട്ട് നിലവിളിക്കുന്ന രംഗങ്ങളുണ്ട്. കണ്ണുനീരോടെയാണ് അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഓർത്തെടുക്കുന്നത്. സൗദ ബീവി റസൂലുള്ളാഹിയേക്കാൾ ഏറെ പ്രായമുള്ള ഭാര്യയാണ്. പക്ഷേ നബിതങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ മുന്നിൽ പതറിപ്പോയി. അവിടുത്തെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി. കണ്ണുനീരോടെയാണ് സൗദ ബീവി പറഞ്ഞത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല, പരിഹസിച്ചിട്ടില്ല. ആയിഷ ബീവി പറഞ്ഞതിന്റെ ഏറ്റവും വലിയ വർത്തമാനം എന്തായാലും കാന ഖുലുഖുഹു വൽ ഖുർആൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. ജീവിതത്തിൽ പ്രവാചകന്റെ പത്നിമലം അലങ്കരിച്ചിട്ട് കടന്നു വന്ന് നബിതങ്ങൾ ലോകത്തോട് വിട പറയുന്നത് വരെ ഒരു വാക്കിന്റെ പകുതി കൊണ്ട് പോലും ചീത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ്. അതിന്റെ അർത്ഥം പ്രവാചക പത്നിമാർ മുഴുവനും ഏറ്റവും നല്ല ആളുകളായിരുന്നു എന്നാണോ? ഭർത്താവിനെ ഉപദ്രവിക്കാത്ത, ഭർത്താവിനെ പ്രയാസപ്പെടുത്താത്തവരായിരുന്നു എന്നാണോ? ഒരിക്കലുമല്ല. ഞാൻ ഒരൊറ്റ സംഭവം പറയാം, ഒരൊറ്റ സംഭവം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബിതങ്ങൾ ഇരിക്കുമ്പോഴാണ് ഉമ്മു സലമയുടെ വീട്ടിൽ നിന്ന് ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴവുമായി അല്ലെങ്കിൽ ഭക്ഷണവുമായി ഖാദിമ കടന്നു വരുന്നു. റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു, നബിയെ അവിടുന്ന് തന്നതാ. അതിങ്ങനെ കയ്യിലേക്ക് റസൂലുള്ള വാങ്ങിയതേ ഉള്ളൂ. ആയിഷ ബീവി ഓടി വന്ന് ഒരൊറ്റ തട്ട് കൊടുത്തു. റസൂലുള്ളാഹിന്റെ കയ്യിൽ അടികൊണ്ടിട്ട് ഈ പാത്രം നിലത്ത് വീണു, പാത്രം പൊട്ടി, ആ പഴങ്ങളൊക്കെ നിലത്ത് തെറിച്ചു വീണു. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ
അകത്തുനിന്നൊരു പാത്രം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ പാത്രം കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ നിലത്ത് ചിതറിക്കിടക്കുന്ന ഭക്ഷണങ്ങൾ ഓരോന്നെടുത്ത് അതിലെ മൺതരികൾ തുടച്ചു മാറ്റി ഈ പാത്രത്തിലേക്ക് എടുത്തു വെക്കുന്നത് നിറകണ്ണുകളോടെയാണ് ആയിഷ ബീവി കാണുന്നത്. അതിൽ നിന്നൊരു പഴമെടുത്ത് കഴിച്ചിട്ട് ബാക്കി ഖാദിമിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വിടുമ്പോൾ ആ പാത്രവും കൊണ്ട് പോകുന്ന ഖാദിമിന്റെ അടുത്ത് നിന്ന് നോട്ടം ആയിഷ ബീവിയുടെ അടുത്തേക്ക് മാറ്റിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, പൊട്ടിച്ചു കളഞ്ഞ പാത്രത്തിന്റെ ഉത്തരവാദി നീയാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞില്ല. ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു പോയി. ജീവിതത്തിൽ വന്നുപോയ അബദ്ധത്തെ ഓർത്ത് ആയിഷ ബീവി കരയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സ്ഥാനത്ത് ഞാനും നിങ്ങളും വന്ന ഭർത്താക്കന്മാരായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ മാന്യനാണ്, നീചനല്ല, നികൃഷ്ടമായ സ്വഭാവമുള്ള ആളല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി മാന്യതയുടെ അങ്ങേയറ്റം പെരുമാറിയെന്ന് ആ ചരിത്ര സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ശിബിനോട് എനിക്ക് പറയാനുള്ള വിഷയം അത് തന്നെയാണ്. അത്രയും മാന്യത ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നു. അതവിടെ പറയുക മാത്രമല്ല, ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ടുന്നതാണ്. ഭർത്താക്കന്മാരായുള്ള മുഴുവൻ ആളുകളും പാലിക്കേണ്ടതാണെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു. ശിബിനോടുള്ള എൻ്റെ അവസാനത്തെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ഭാര്യയായി വരുന്ന പെൺകുട്ടിയെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആദ്യത്തെ സമാഗമ സന്ദർഭത്തിൽ നിങ്ങൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജബൽതഹ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ജബൽതഹ അലൈഹി എന്നതാണ് ആ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, ഈ പെൺകുട്ടിയുടെ നന്മ, ഈ പെൺകുട്ടി ഏതൊരു സ്വഭാവത്തിന്റെ മേൽ സൃഷ്ടിക്കപ്പെട്ടുവോ അതിന്റെ നന്മയിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന തിന്മകൾ, ഈ പെൺകുട്ടി ഏതൊരു സ്വഭാവത്തിന്റെ മേൽ സൃഷ്ടിക്കപ്പെട്ടുവോ അതിന്റെ തിന്മകളിൽ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പാലിക്കണം. ഞാൻ ഹ്രസ്വമായി ചുരുക്കി ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എവിടെ ഉണ്ടോ? ഉണ്ട്. പ്രശ്നത്തിൽ കേൾക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. മോളോട് എനിക്ക് വളരെ വിശാലമായി കുറേ കാര്യങ്ങളൊന്നും പറയാനില്ല. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മാത്രമാണ് മോളെ എന്നോട് പറയാനുള്ളത്. ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭത്തിലേക്ക് മോൾ കാലെടുത്ത് വെക്കുകയാണ്. മോളുടെ ഉപ്പ ഉണ്ടല്ലോ, ആ ഉപ്പ നിനക്ക് വേണ്ടി ജീവിച്ചതാണ്. ആ ഉപ്പ നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത്. നിന്റെ വളർച്ചയും നിന്റെ ഉന്നതമായ അവസ്ഥയും കാണാൻ ആഗ്രഹിച്ചയാളാണ് ആ ഉപ്പ. ഇതാ നിനക്ക് കൂടി തൃപ്തിപ്പെട്ട ഒരു ഭർത്താവിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഉപ്പയുടെ പ്രതീക്ഷ തെറ്റിച്ചു കളയുന്ന മോളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒച്ചയിടുകയും പ്രയാസപ്പെടുകയും എൻ്റെ ജീവിതം വേണ്ടാന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മോളോട് സംസാരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്: ഒരു പെണ്ണ് 5 നേരം നിസ്കരിക്കുന്നു, അതോടൊപ്പം തന്നെ അവൾ നോമ്പെടുക്കുന്നു, അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്ക് കൂടിയുണ്ട്: വഅതാഅതു സൗജഹാ വഅതാഅതു സൗജഹാ വഅതാഅതു സൗജഹാ. തന്റെ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുക കൂടി ചെയ്താൽ ആ പെണ്ണിനോട് സ്വർഗ്ഗ കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിച്ചോളൂ എന്ന് പറയുമെന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മോളെ, ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? അത് ഭർത്താവിനെ അനുസരിക്കുക എന്നതാണ്. കാരണം എല്ലാ ഉത്തരവാദിത്തങ്ങളും നെഞ്ചിലേറ്റി, എല്ലാ ഉത്തരവാദിത്തങ്ങളും ചുമലിലേറ്റി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതനുസരിക്കണം. റസൂലുള്ളാഹിന്റെ ഒരു വാക്കുണ്ട്: അടുക്കളയിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിന്റെ ഭർത്താവ് നിന്നെ വിളിക്കുന്നതെങ്കിൽ ആ വിളിക്ക് ഉത്തരം നൽകുന്നവളാണ് നല്ല ഭാര്യയെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞ ഒരു വാചകം കൂടി ചേർത്ത് പറയട്ടെ: ഒരു ഭാര്യ മരിച്ചു പോവുകയാണ്, ഭർത്താവ് ജീവിച്ചിരിക്കുകയാണ്, ഭാര്യ മരിച്ചു പോകുന്നത്. ആ മരിച്ചു പോകുന്ന ഭാര്യയുടെ വിഷയത്തിൽ ഭർത്താവ് സംതൃപ്തനാണെങ്കിൽ, ഭർത്താവ് ആ സ്ത്രീയെക്കുറിച്ച് സംതൃപ്തനാണെങ്കിൽ ആ പെണ്ണിന് സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിക്കാഹിന്റെ വേളയിൽ പ്രിയപ്പെട്ട മുസ്ത എന്ന പെൺകുട്ടിയോട് മോളെ വലിയ ഗൗരവത്തോടു കൂടിയാണ് ഞാൻ ഈ വിഷയം നിന്നോട് പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം, പാപ്പ, ഉമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ, കുടുംബക്കാർ, ധാരാളം ആളുകൾ. അദ്ദേഹം അവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനേക്കാളും മുകളിൽ നീ അവരുടെ മകളായി, അവരുടെ കുടുംബക്കാരിയായി ഏറ്റവും നല്ല സ്ത്രീയുടെ സ്വഭാവത്തിലൂടെ പെരുമാറാൻ മോളെ നിനക്ക് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുത്ത് നിനക്ക് ഗുണമുണ്ടെന്ന് മാത്രമല്ല കുടുംബജീവിതം ഏറ്റവും ഭദ്രമായി പോകാൻ നിനക്ക് സാധിക്കുമെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുറവുകളുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാകാം. അതിൻ്റെ പേരിൽ പ്രയാസമുണ്ടാക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർ നല്ല ഭാര്യയല്ല. അല്ലാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രവാചകന്റെ വീട്ടിലേക്ക്, പ്രവാചകന്റെ മുന്നിലേക്ക് അവിടുത്തെ പൊന്നുമോളുണ്ട് ഫാത്തിമ ബീവി. പ്രവാചകനെ കാണാൻ വരുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു പകൽ രാവിലെ തുടക്കത്തിൽ വന്നുകൊണ്ട് നബി തങ്ങളോട് തന്റെ കൈകൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉപ്പ എന്റെ കൈ കണ്ടോ? ആസുരന് പിടിച്ചു വെള്ളം കോരി എന്റെ കൈ പൊട്ടിയിട്ടുണ്ട് ഉപ്പ. അതുകൊണ്ട് ബൈത്തുൽ മാലിലേക്ക് വന്ന ഖാദിമീങ്ങളിൽ, അടിമകളിൽ ഒരാളെ എനിക്ക് എന്റെ വീട്ടുപണിക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുമോ നബിയെ ഉപ്പ എന്ന് ചോദിച്ചുകൊണ്ട് ഫാത്തിമ ബീവി വന്നപ്പോ പൊന്നുമോളുടെ തല തടകിക്കൊണ്ട് റസൂൽ പറഞ്ഞത്, വീട്ടിൽ പൊയ്ക്കുമ്പോളെ വൈകുന്നേരം ഉപ്പ വിട്ടു വരാമെന്ന. അന്ന് രാത്രി അലി ഇബ്നു അബീ ത്വാലിബും ഫാത്തിമ ബീവിയും കിടക്കുന്ന സന്ദർഭത്തിൽ നബി തങ്ങൾ അങ്ങോട്ട് കടന്നു ചെന്നു. രണ്ടുപേരുടെയും ഇടയിൽ ഇരുന്നു റസൂലുള്ളാഹ്. കാരണം ഒന്ന് ഫാത്തിമ തന്റെ മോളാണ്, മറ്റൊന്ന് അലി താൻ വളർത്തിയ പൊന്നുമോനാണ്. ആ രണ്ടുപേരുടെയും ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമോളുടെ കൈ ഇങ്ങനെ തടകിട്ട് പറഞ്ഞു, മോളെ കിടക്കാൻ നേരത്ത് സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 34 പറഞ്ഞ് കിടന്നു മോളെ. രാവിലെ ഉപ്പയോട് മോളെ ചോദിച്ചതിനേക്കാളും ഖൈറാണ് മോളെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിനെ നിറക്കണ്ണുകളോടെ ഫാത്തിമ ബീവി നോക്കിയിരുന്നൊരു രംഗുണ്ട്. അത് വലിയൊരു ആശയമാണ്. അതെ, ജീവിതത്തിലെ ചെറിയ കുറ്റങ്ങളല്ല മോളെ വേണ്ടത്. പരലോകത്തെ വലിയ വിജയത്തിന് വേണ്ടി സഹിച്ചും ക്ഷമിച്ചും റബ്ബിന് വേണ്ടി കീഴൊതുങ്ങി ജീവിക്കലാണ് മോളെ ഏറ്റവും നല്ല ഭാര്യയുടെ ഉത്തമ സ്വഭാവമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാതെ പറയുകയായിരുന്നു. ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത വലിയ ആശയമാണ്. റുസ്തയോട് എനിക്ക് പറയാനുള്ളത്, ഇല്ലായ്മകളിൽ സഹിക്കണം. അവിടെ പ്രയാസങ്ങളും കുറ്റപ്പെടുത്തലുകളും അല്ല ഉണ്ടാവേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പ്രവൃത്തി കൊണ്ട് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇവിടെ കൂടി എല്ലാവരോടും പറയും, ഇവിടെ കൂടിയ ആളുകൾ എല്ലാവരും ചെറുപ്പക്കാരുടെ പ്രത്യേകം പറയുന്നു, ഈ മക്കളോട് ഞാൻ പ്രത്യേകം പറയാൻ, ഇവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. മക്കളെ, ജീവിതത്തിൽ കൈമോശം വരാൻ പാടില്ലാത്ത രണ്ടാളുകളുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത രണ്ടാളുകളുണ്ട്. മുഹമ്മദ് ഷിബിൽ എന്ന ചെറുപ്പക്കാരൻ ഇത്ര സുന്ദരനായി ആരോഗ്യഘടകാത്രനായി ഇരിക്കുന്നതിൻ്റെ പിന്നിൽ പാപ്പയുടെയും ഉമ്മയുടെയും പ്രയാസം ഇഷ്ടംപോലെയുണ്ട്. അവർ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് നിങ്ങളെ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ടതെല്ലാം തന്നതാണ്. ആ ഉപ്പയെയും ഉമ്മയെയും ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത്. ഒരു വാരവരി കൊണ്ട് പോലും പാപ്പയും ഉമ്മയും ഉപദ്രവിച്ചുകൊണ്ടാണ്. ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും മതി എന്ന ചിന്തയിലേക്ക് കടന്നു പോകുന്ന കാലഘട്ടമാണിത്. ഈ സന്ദർഭത്തിൽ അറിയേണ്ടത്, വാപ്പയുടെ തലമുടി നരച്ചതും താടി നരച്ചതും ശരീരം ചെയ്യിച്ചതും അയാൾക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടല്ല, നമുക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അറിയണം, നമ്മൾ എന്ത് നേടിയാലും അതിൻ്റെ അവകാശം വാപ്പയും ഉമ്മയുമാണ്. മറ്റു സംഭവം പറയട്ടെ, റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ പരാതിയുമായി വരുന്നുണ്ട്. ആ പരാതി എന്താണെന്നറിയോ? നബിയെ, തോട്ടം മദീനത്തെ പള്ളിയുടെ മുന്നിൽ ഞാൻ വാങ്ങിയ ഒരു തോട്ടമുണ്ട്. ആ തോട്ടം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാ. ഇപ്പൊ 2-3 ദിവസമായി എൻ്റെ ഉപ്പുണ്ട് ആ തോട്ടത്തിനോട് ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. ഉപ്പൊക്കെ എന്തോ താല്പര്യമുള്ളത് പോലെ ഒന്ന് വിളിച്ച് പറയണേ നബിയെന്ന. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ വിളിച്ചിട്ട്, മോന്റെ ആസ്തിയല്ലേ, നിങ്ങളല്ല അവകാശം പറയല്ലേ, ഓൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ എന്ന് പറഞ്ഞ് ഉപദേശിക്കുമെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ റസൂലുള്ളാഹിന്റെ മറുപടി എന്താണെന്നറിയോ? അന്ത വമാലുക ലി അബി, നീയും നിന്റെ ധനവും നിന്റെ ഉപ്പയ്ക്കുള്ളതാണ്. ഞാൻ എന്തുണ്ടാക്കിയാലും അതിന്റെ നേരവകാശം എന്റെ വാപ്പയാണ്. അതെ, എന്റെ പോക്കറ്റിൽ നിന്ന് ചോദിക്കാതെ പൈസ എടുക്കാൻ, ധനമെടുക്കാൻ അവകാശമുള്ള രണ്ടാളുകളെ ലോകത്തുള്ളൂ. അതെന്റെ ഭാര്യ, എന്റെ കുട്ടികളോ അല്ല, എന്റെ വാപ്പയും ഉമ്മയുമാണ്. അവരെടുത്താൽ എന്തിനെടുത്ത് എന്ന് ചോദിക്കാൻ അവകാശമില്ല എന്നാണ്. അതുകൊണ്ട് പ്രായമുള്ള ആൾ, ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ടത് ഇദ്ദേഹത്തെയാണ്. മാഷാ അല്ലാഹ്, അദ്ദേഹത്തിന്റെ മക്കൾ വളരെ പൊന്നുപോലെ നോക്കുന്നു എന്ന് ആ ഒരു ഒറ്റ വർത്തമാനത്തിൽ ഒറ്റപ്പിടുത്തത്തിൽ ഞാൻ മനസ്സിലാക്കി. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് കണ്ടാണ് മക്കൾ വളരുന്നതെങ്കിൽ ഏറ്റവും നല്ല മക്കളായി അവർക്ക് മാറാൻ കഴിയും. ശിബിലിനോട് ഞാൻ പറയുന്നത്, അത്രയും വലിയ കരുതൽ ബാപ്പയോടും ഉമ്മയോടും ഒക്കെ ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവർക്ക് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്നതാണ് ആ പ്രാർത്ഥന. നമ്മളെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ഇവർക്ക് നമുക്കുമെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. بسم الله الرحمن الرحيم. الحمد لله
والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. എൻ്റെ മകൾ പുഷ്പയെ ഈ സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ചു താങ്കൾക്കും നിക്കാഹ് ചെയ്ത് ഇണയാക്കി തന്നിരിക്കുന്നു. താങ്കളുടെ മകൾ പുഷ്പയെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹർ നിശ്ചയിച്ച് താങ്കളിലേക്ക് നിക്കാഹ് ചെയ്ത് ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. بارك الله لكما وبارك عليكما وجمع بينكما في خير. بارك الله لك وبارك عليك وجمع بينكما في خير. بارك الله لكما وبارك عليكما وجمع بينكما في خير.